എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഈ സർക്കാർ ചുമ്മാ സ്ത്രീപക്ഷ സർക്കാരെന്ന് പറഞ്ഞതല്ല, അതിന് കുറച്ച് സമയമെടുത്താലും വളരെ പോസിറ്റീവായിട്ട് തന്നെ ഈ സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ആരോപണ വിധേയം സിദ്ദിഖ് വന്നു, സിദ്ദിഖിൻ്റെ പേരിൽ ആരോപണം വന്നു, രഞ്ജിത്തിൻ്റെ പേരിൽ ആരോപണം വന്നു. അപ്പോൾ ആ ഘട്ടത്തിലെല്ലാം തന്നെ അവരോട് ആരോപണ വിധേയരായതുകൊണ്ട് രാജിവെച്ചു. പക്ഷേ മുകേഷ് ഇത്തരത്തിൽ ആരോപണം വന്നപ്പോൾ രാജിവെക്കണമെന്ന് പറയുന്നതിൽ ഇടതുപക്ഷ പ്രവർത്തകരായിട്ടുള്ള അല്ലെങ്കിൽ സഹയാത്രികരായിട്ടുള്ള നിങ്ങളെപ്പോലുള്ളവർക്കൊരു ആർജവം നഷ്ടപ്പെടുന്നുണ്ടോ എന്നൊരു സംശയം പലപ്പോഴും. ഒരിക്കലും എനിക്ക് എന്തിനാ ആർജവം നഷ്ടപ്പെടേണ്ട കാര്യം? ഞാൻ പറയുന്നത് കുറ്റക്കാരാരായാലും അവർ നിയമത്തിൻ്റെ മുന്നിൽ വരണം, ശിക്ഷ വാങ്ങിക്കണം, ശിക്ഷ അവർക്ക് വേണ്ട മാതൃകാപരമായ ശിക്ഷ കൊടുക്കണം എന്ന് തന്നെയാണ്. അതിനിപ്പോൾ ആരായാലും ഏത് ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരായാലും അങ്ങനെ തന്നെ വേണം. ഇപ്പോൾ ഈ പേര് വന്ന ആളുകളൊക്കെ ഇത്തരക്കാർ തന്നെയാണ് എന്ന് തന്നെയാണ് എല്ലാവരും നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ആളുകളൊക്കെ ആ രീതിയിൽ തന്നെയാണ് പറയുന്നത്. ഈ ആരോപണം വന്ന ആൾക്കാർ പിന്നെ തീർച്ചയായിട്ടും എനിക്ക് ചില ആൾക്കാർ എനിക്ക് അറിയാവുന്നത് എൻ്റെ സുഹൃത്തുക്കളായിട്ട് സംസാരിച്ചിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അനുഭവമുള്ളതും എനിക്ക് ആ വ്യക്തികളിൽ നിന്ന് ചില സംവിധായകരുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അവരിൽ നിന്ന് എനിക്കുണ്ടായ അനുഭവങ്ങളും അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ പലരും ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളുമൊക്കെ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളുടെ പേരെനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പിറ്റേ ദിവസം മുതൽ ഗീതാ വിജയൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവർക്കുണ്ടായ അനുഭവങ്ങൾ അതേ സംവിധായകനിൽ നിന്ന് തന്നെയാണ് എനിക്കും ഒരു വലിയ ദുരനുഭവം ഉണ്ടായിട്ടുള്ളത്. മാധ്യമമാണോ? മാധ്യമത്തിൻ്റെ എനിക്ക് തോന്നുന്നില്ല അത് അദ്ദേഹം എന്ത് അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞതെന്ന്. മാധ്യമ സൃഷ്ടിയൊന്നും അല്ലല്ലോ ഇത് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഉള്ളതല്ലേ. അത് നേരത്തെ തന്നെ അവർ സബ്മിറ്റ് ചെയ്തല്ലേ. എൻ്റെ ഒരു തോന്നല് ഇപ്പം തന്നെ ഒരു ഭൂകമ്പം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇത് ഉചിതമായ സമയത്ത് എന്ത് ചെയ്യണമെന്ന് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. ഇത് പുറത്ത് വരുമ്പോഴത്തേക്ക് എങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ ഒരു ഇതുകൊണ്ടായിരിക്കും ഒരു ചെറിയ കാലതാമസമൊക്കെ വന്നത്. പക്ഷേ ഇതെല്ലാം ഒരു നല്ല ലക്ഷണമാണ്, സിനിമയിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ ലക്ഷണമാണ്. ഇത് നല്ല രീതിയിൽ ഇത് മുൻപോട്ട് പോയാൽ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലുള്ള ആരും വന്നിട്ടില്ലല്ലോ. ഇപ്പൊ പവർ ഗ്രൂപ്പിൽ 15 പേരുണ്ടെന്ന് പറഞ്ഞു. ഈ 15 പേര് പവർ ഗ്രൂപ്പിലുള്ള ആരാണെന്ന് അറിയാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്, എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഇത് ആരൊക്കെയാണെന്ന് അറിയാൻ. പക്ഷെ അതൊന്നും പുറത്തു വന്നിട്ടില്ലല്ലോ. പിന്നെ മൊഴി കൊടുത്ത പെൺകുട്ടികൾ, ഹേമ കമ്മിറ്റിയിൽ മൊഴി കൊടുത്ത പെൺകുട്ടികൾ ഭൂരിപക്ഷം പേരും അതിനകത്തുള്ള ആൾക്കാരുടെ പേരൊന്നും വന്നിട്ടില്ലല്ലോ. ആർക്കെതിരെ ആര് ബ്ലാക്ക്മെയിൽ ചെയ്യാനാണ്? ഒരു പെണ്ണും വന്നിട്ട് പറയത്തില്ലല്ലോ എനിക്കിങ്ങനെയൊക്കെ ദുരനുഭവം ഉണ്ടായി എന്ന് പറയത്തില്ല. അങ്ങനെ പറയാത്ത ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട് കേട്ടോ. പേടിച്ചിട്ടും പിന്നെ അതല്ലാതെ നാണക്കേട് വിചാരിച്ച് പറയാത്ത ഒരുപാട് പേരുണ്ട്. ഈ പറഞ്ഞ പെൺകുട്ടികളെ എല്ലാവരെയും മുൻപോട്ട് വന്നവരെയൊക്കെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇനിയും ധൈര്യപൂർവ്വം പെൺകുട്ടികൾ മുൻപോട്ട് വരണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്.